ഹായ് ഓൾ, വെൽക്കം ടു റിയൽ ഫാക്ട്സ്. നമ്മൾ ഇനി ജനുവരി മാസത്തിലെ മുഴുവൻ കറണ്ട് അഫയേഴ്സാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമുക്കറിയാം ജനുവരി തീർന്ന് ഫെബ്രുവരി തുടങ്ങി. അപ്പോൾ ജനുവരിയിലുള്ള കറണ്ട് അഫയേഴ്സ് കുറേ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ടായിരുന്നു. റിപ്പബ്ലിക് ഡേ ഉണ്ടായിരുന്നു, കുറേ വേദികളുണ്ടായിരുന്നു, കുറേ ഗെയിംസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കുറേ അവാർഡ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ 20 ക്വസ്റ്റ്യന് നമ്മളിന്ന് 10 ക്വസ്റ്റ്യൻ നമ്മളിന്ന് നോക്കാം. 20 ആകുമ്പോൾ ഒത്തിരി ലോങ് ആയിപ്പോവും. 10 ക്വസ്റ്റ്യൻ നമുക്കിന്ന് നോക്കിയിട്ട് ബാക്കി നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ കിടക്കാം. 2025 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു? നമുക്കറിയാം, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ ആയിരുന്നു 76ാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി. ആരാണ്? പ്രബോവോ സുബിയാന്തോ. എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് കഴിഞ്ഞു പോയത്? 76. അതിനൊരു തീം ഉണ്ടായിരുന്നു, പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഒരു തീം. എന്തായിരുന്നു തീം? സ്വർണിം ഭാരത് വിരസത് ഓർ വികാസ്. സ്വർണിം ഭാരത് വിരസത് ഓർ വികാസ്. അതിൻ്റെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മൾ ഡിഗ്രി ലെവലിലൊക്കെ ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കും കൊടുക്കാൻ സാധ്യത. അതായത് ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ് അതിൻ്റെ തീം. ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെൻറ്റ്. മനസ്സിലായോ? ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പം ഈ തീമും കൂടെ ഓർത്തിരിക്കുക. 76ാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ. തീം ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെൻറ്റ്. മനസ്സിലായോ? അടുത്ത ചോദ്യം നോക്കൂ. 2025 150 വയസ്സ് തികയ്ക്കുന്ന ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ വകുപ്പാണ്. ഏത് വകുപ്പ്? കാലാവസ്ഥാ വകുപ്പ്. കാലാവസ്ഥാ വകുപ്പിന് 150 വയസ്സായി. അത് 1875 ഇന്ത്യയിൽ കാലാവസ്ഥാ വകുപ്പ് നിലവിൽ വരുന്നത്. അതായത് ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയും. ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഇങ്ങനെയാണ് തോന്നിയിരുന്നത്. മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, IMD എന്നാണ് ഷോർട്ട് ഫോം. IMD 1875 നിലവിൽ വന്നത്. അപ്പോൾ 150 വയസ്സ് തികഞ്ഞതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയാണ്. മിക്കവാറും ഉള്ളതിൻ്റെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയാണ് വരുന്നത്. അപ്പോൾ അതും കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ നിലവിലെ കാലാവസ്ഥ വകുപ്പിൻ്റെ ചുമതലയുള്ളത് ആർക്കാണെന്ന് ഓർത്തിരിക്കുക? ജിതേന്ദ്ര സിംഗ് ആണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി. അതുകൂടെ ഓർത്തിരിക്കാം. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 6ാമത് സംസ്ഥാനതല ബഡ്സ് കലോത്സവത്തിന് വേദിയായത് കൊല്ലമാണ്. 6ാമത് സംസ്ഥാനതല ബഡ്സ് കലോത്സവത്തിന് വേദിയായത് കൊല്ലത്ത് വെച്ചാണ്, കൊല്ലം ജില്ല. ഓർത്തിരിക്കുമല്ലോ. അപ്പോൾ അടുത്ത ചോദ്യത്തിലൂടെ നമുക്ക് നീങ്ങാം. സ്കൂൾ കുട്ടികളുടെ ഹാജരും പരീക്ഷയിലെ മാർക്കും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ രക്ഷിതാക്കളുടെ വിരൽത്തുമ്പിൽ എത്തിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ ആപ്ലിക്കേഷനാണ് സമ്പൂർണ്ണ പ്ലസ്. ഏതാണ്? സമ്പൂർണ്ണ പ്ലസ്. ഓർത്തിരിക്കണേ. സമ്പൂർണ്ണ എന്ന് പറയുമ്പോൾ എല്ലാം ഉൾപ്പെടെയെന്നല്ലേ. അപ്പോൾ എന്തൊക്കെ ഉൾപ്പെടുന്ന ഇതിൽ? വിദ്യാർത്ഥികളുടെ എല്ലാ കാര്യങ്ങളും, ഹാജരും മാർക്കും ഉൾപ്പെടെയുള്ള മറ്റെന്തെങ്കിലും വിവരങ്ങൾ വേണമെങ്കിൽ അതും കൂടെ അവരുടെ ആ ഒരു ഐഡിയിൽ ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ സമ്പൂർണ്ണ പ്ലസ് എന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം. 2025 38ാമത് ദേശീയ ഗെയിംസ് വേദിയാണ് ഉത്തരാഖണ്ഡിലാണ് 38ാമത്തെ നാഷണൽ ഗെയിംസ് നടക്കുന്നത്. ചിഹ്നം മൗലി. കണ്ടോ? ഭാഗ്യചിഹ്നമാണ്. മയിൽ വിഭാഗത്തിൽ പെടുന്ന മൊണാൽ എന്ന മൗലിയാണ്. മൗലി ഭാഗ്യചിഹ്നവും കൂടെ ഓർത്തിരിക്കാം. 38ാമത്തെ നാഷണൽ ഗെയിംസ് വേദി ഉത്തരാഖണ്ഡ്.
അടുത്ത ചോദ്യം നോക്കാം. കലാമണ്ഡലം ഗോപിയുടെ ഏറ്റവും പുതിയ കവിതാ സമാഹാരമാണ് മനോരഥം. മനോരഥമാണ് കലാമണ്ഡലം ഗോപിയുടെ ഏറ്റവും പുതിയ കവിതാ സമാഹാരം. ഓർത്തിരിക്കണേ. ആരാണ് ഈ കലാമണ്ഡലം ഗോപി എന്ന് നിങ്ങൾക്ക് സംശയം കാണും. പ്രശസ്ത കഥകളി നടനാണ് കലാമണ്ഡലം ഗോപി എന്നും കൂടെ ഓർത്തിരിക്കാം. അടുത്ത ചോദ്യം. ഹെൻറി ആൻഡ് പാർട്ട്നേഴ്സ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസ് തയ്യാറാക്കിയ 2025 റിപ്പോർട്ടിൽ ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തിയ രാജ്യം. ഹെൻറി പാസ്പോർട്ട് ഇൻഡെക്സ് ആണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? സിംഗപ്പൂർ. ഇന്ത്യയുടെ സ്ഥാനം 85 എന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയുടെ സ്ഥാനം 85. മിക്കവാറും ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ഈ ഇൻഡെക്സുകളൊക്കെ വെച്ചിട്ട്. റാങ്കിങ്, ഹാപ്പിനെസ് ഇൻഡെക്സ്, പോവർട്ടി ഇൻഡെക്സ്, അങ്ങനെ ഈ കുറേ ഇൻഡെക്സ് ഉണ്ട്. നമുക്കത് വേറെ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പം ഇത് ഓർത്തിരിക്കുക. ഹെൻറി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഏറ്റവും മുന്നിലുള്ളത് 1-ാം സ്ഥാനത്തുള്ളത് സിംഗപ്പൂർ. ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 85-ാമതാണ്. ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. 2025 ജനുവരിയിൽ കിഴക്കൻ ഇന്തോനേഷ്യയിൽ സ്ഫോടനമുണ്ടായ സജീവ അഗ്നിപർവ്വതമാണ് ഇബു. ഇന്തോനേഷ്യയിൽ സ്ഫോടനമുണ്ടായ സജീവ അഗ്നിപർവ്വതം ഇബു ആണ്. ഇന്തോനേഷ്യ എന്ന് എഴുതുമ്പോൾ ഈലല്ലേ തുടങ്ങുന്നേ? ഇബു എന്ന് എഴുതുമ്പോഴും ഈലല്ലേ തുടങ്ങുന്നേ? അങ്ങനെ ഓർത്തിരിക്കുക. ഈ വർഷത്തെ ഇന്തോനേഷ്യയിൽ ഇബു ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ മലയാളിയാണ് ജസ്റ്റിസ് വിനോദ് ചന്ദ്രനാണ് മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന നിലവിൽ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായ വ്യക്തി. ഇദ്ദേഹം ഏത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരും. അദ്ദേഹം പാട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. പാട്ന ബീഹാറിലെ പാട്ന ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ എന്നും കൂടെ ഓർത്തിരിക്കാം. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 2025 ജനുവരിയിൽ നിയമസഭാ അംഗത്വം രാജിവെച്ച നിലമ്പൂർ MLA ആണ് PV അൻവർ. ആരാ? PV അൻവർ ആണ് നിലമ്പൂർ MLA. എന്തിനാ നിയമസഭാ അംഗത്വം രാജിവെച്ചത്? എന്തിനാണെന്ന് നമുക്കറിയാം. വന്യമൃഗശല്യങ്ങൾക്ക് വേണ്ടി ആ ഒരു കാര്യത്തിന് വേണ്ടി ഫോറസ്റ്റ് ഓഫീസൊക്കെ തല്ലി തകർത്ത് അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നമുക്കറിയാം. നമ്മൾ കണ്ടതാണ് ന്യൂസിലൊക്കെ. അതിൻ്റെ പേരിലൊക്കെയാണ് അദ്ദേഹം രാജി സമർപ്പിച്ചിട്ടുള്ളത്. ക്രൊയേഷ്യൻ പ്രസിഡൻ്റായി വീണ്ടും അധികാരത്തിലെത്തിയ വ്യക്തിയാണ് സോറൻ മിലനോവിച്ച്. ക്രൊയേഷ്യൻ പ്രസിഡൻ്റായി വീണ്ടും അധികാരത്തിലെത്തുന്നത് നേരത്തെ ഇദ്ദേഹം തന്നെയായിരുന്നു. വീണ്ടും അധികാരത്തിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഓർത്തു വെക്കുക. സോറൻ മിലനോവിച്ച്. സോറൻ ഇവിടെ തന്നെ ഉണ്ട്. ക്രൊയേഷ്യ എന്നല്ലായിരുന്നു, ക്രൊയേഷ്യ. അപ്പം അതിനകത്തൊരു റായില്ലേ, സോറനിലൊരു റായില്ലേ, അപ്പോൾ സോറ ഒന്നോർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. ലെബനനിൽ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തിയാണ് നവാഫ് സലാം. ലെബനൻ പ്രസിഡന്റ്. നമുക്കറിയാം ലെബനൻ ഇപ്പം കഴിഞ്ഞ വർഷമൊക്കെ ഇസ്രായേലും യുദ്ധം നടന്ന പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം നടന്ന സ്ഥലങ്ങളിലൊരു സ്ഥലമാണ് ലെബനനൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതും കൂടെ ഓർത്തിരിക്കുക. നവാഫ് സലാം ലെബനൻ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയെടുത്തിട്ടുണ്ട്. അദ്ദേഹം അവിടുത്തെ പ്രസിഡൻ്റാണ് ജോസഫ് ഔൻ. അടുത്ത് നോക്കി. ജയ്ഷയുടെ പിൻഗാമിയായി BCCIയുടെ പുതിയ സെക്രട്ടറിയായി ചുമതലയേറ്റത് ദേവജിത്ത് സൈക്കിയ. ജയ്ഷ ആയിരുന്നു മുമ്പ് BCCIയുടെ പഴയ സെക്രട്ടറി ജനറൽ. ഇപ്പോൾ അത് ദേവജിത്ത് സൈക്കിയാണ് BCCIയുടെ പുതിയ സെക്രട്ടറിയായിട്ട് ചുമതലയേറ്റിരിക്കുന്നത്. ദേവജിത്ത് സൈക്കിയ. ഒരു സൈക്കിയാണെന്ന് ഓർത്താൽ മതി. ഒരു സൈക്കോ നമ്മൾ അറിയത്തില്ലേ, അപ്പോൾ ഒരു സൈക്കിയാണ്. BCCIക്ക് ഇപ്പോൾ ഒരു സൈക്കിയാണെന്ന് ഓർത്തു. അടുത്ത ചോദ്യം നോക്കൂ. US പരമോന്നത സിവിലിയൻ ബഹുമതിയായ
പ്രസിഡന്റിന്റെ വിശിഷ്ട ഫ്രീഡം മെഡൽ ലഭിച്ചത് ആർക്കാണ്?